ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂക്ക നായകനായി എത്തുന്ന ബസൂക്ക ഏപ്രിൽ 10 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കളി കാണണമെങ്കിൽ ഏപ്രിൽ 10 വാടാ മക്കളെ എന്നാണ് പറയാനുള്ളത്. സ്റ്റൈലിഷ് ക്യാരക്ടർ എന്തെന്ന് കാണിച്ച് തരാം. ഇത് മമ്മൂക്ക എന്ന നടൻ്റെ പ്രത്യേകത തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ആ രൂപവുമായി ഇഴുകിച്ചേരുമ്പോൾ മമ്മൂട്ടി എന്ന വ്യക്തിയിൽ നിന്ന് മാറി ആ ക്യാരക്ടറിലേക്ക് പോവുക. ഇത് നമ്മൾ സാധാരണ കൊച്ചു കുട്ടികൾ മുതൽ ഒരുപാട് വലിയ സിനിമയായിട്ട് നടക്കുന്നത് സിനിമയിലെ പണ്ഡിതന്മാർ വരെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് മമ്മൂട്ടി എന്ന നടൻ ഒരു മെത്തേഡ് ആക്ടറാണ്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കാം. അതായത് പറയാനുള്ളത്, കളി കാണണമെങ്കിൽ വാടാ ഏപ്രിൽ 10 അന്ന് കാണിച്ചു തരാം എന്താണ് സ്റ്റൈലിഷ് അപ്പിയറൻസ്, സ്റ്റൈലിഷ് നായകൻ എന്ത് എന്നുള്ളത്. അത് തന്നെയാണ് ബസൂക്കയിലൂടെ നമ്മൾ കാണാനും പോകുന്നത്. ഇന്ന് ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യമേ എല്ലാവരും മുന്നം വെച്ചത് തന്നെയാണ്. ഇത്ര രസകരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ആ മുടിയൊക്കെ ഒന്ന് പിന്നിൽ കിട്ടുമ്പോൾ മലയാളത്തിൽ ഏതെങ്കിലും ഒരു നായകനെ വെച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു നായകനുണ്ടോ അങ്ങനെ എന്ന് കാണാനായിട്ട് ഒരാളെ പോലുമില്ല. പലരും സ്റ്റൈലിഷൊക്കെ ആയിരിക്കാം, പക്ഷേ വ്യത്യസ്തത പുലർത്തുന്ന, വ്യത്യസ്ത രീതിയിൽ സ്റ്റൈലിഷ് ആവുന്ന, ഒന്നിനൊന്നിന് വ്യത്യസ്തമായ രീതിയിലേക്ക് അത്ര മനോഹരമായിട്ട് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ക്യാരക്ടറൈസേഷന് ഒരേ ഒരു നടനേ ഉള്ളൂ. അത് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഇന്ന് നമുക്ക് ഒരേ ആളുകൾ അല്ലെങ്കിൽ ആളുകളെല്ലാം പറയുന്ന ഒരേ ഒരു നടൻ മാത്രമേ ഉള്ളൂ. അത് മമ്മൂട്ടി തന്നെയാണ്. അതിന് രണ്ടഭിപ്രായമില്ല, ഒറ്റ അഭിപ്രായം. ഹേറ്റേഴ്സ് പോലും ഉറപ്പിച്ച് പറയുന്നു, ഇത്ര സ്റ്റൈലിഷായിട്ട് ഇത്ര മനോഹരമായിട്ട് നമുക്കൊരു നടനെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഉണ്ടാവണമെങ്കിൽ അത് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ബസൂക്കയിൽ നമ്മൾ കാണാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ്നെസ്സിനെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു ചിത്രം. ഒരുപാട് നാളായി മമ്മൂട്ടിയുടെ അമ്മാതിരി സ്റ്റൈലിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്തിട്ട്. അതായത് യൂത്ത് വിങ്ങിലേക്ക് ഇറക്കി വിട്ടാൽ യൂത്തിൽ ഒരുത്തൻ പോലുമില്ല അങ്ങേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്ന് നമുക്കറിയാം. അതായത് ആരെയും ആകർഷിക്കുന്ന തലത്തിലുള്ള ആ ഒരു സ്റ്റൈലിഷ് അപ്പിയറൻസ്. എന്തായാലും ബസൂക്ക വരുമ്പോൾ ഒരു ഒന്നൊന്നര സിനിമയായിട്ട് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇതുവരെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗംഭീര സിനിമ എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്, പലപ്പോഴും നായകന്മാരെ സ്റ്റൈലിഷ് ആക്കാൻ നോക്കുമ്പോൾ അവരെത്താതെ പോകുന്നു. അത് അവരുടെ കുഴപ്പമല്ല, പലപ്പോഴും ഏജിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ക്യാരക്ടർ ചേരത്ത, എല്ലാവർക്കും എല്ലാ കുപ്പായവും ചേരില്ലല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിക്ക് ചേരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടറിലേക്ക് മമ്മൂട്ടി ചേരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ മമ്മൂക്ക അതിനകത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥാപാത്രം ജനിക്കുന്ന മമ്മൂട്ടിയെ കാണാനില്ല. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ആണ്. എന്താണേലും ഇന്നത്തെ കാലത്ത് നായകൻ്റെ സ്റ്റൈലിഷ്നെസ് നോക്കി അതിനു മുമ്പിൽ നൃത്തച്ചുവട് വെക്കാൻ കൊതിക്കുന്ന ആരാധകർക്ക് ആ ഒരു കാര്യം ഉറപ്പിക്കാം. അങ്ങനെ എതിരാളിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് വേണം അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ മമ്മൂട്ടി സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ മതി. അമ്മാതിരി ഗംഭീര സ്റ്റൈലിഷ് ആക്ടറിനെ, സ്റ്റൈലിഷ് ലുക്കുള്ള, സ്റ്റൈലിഷ് രീതിയിൽ കഥാപാത്രങ്ങളെ കൊണ്ടുപോകുന്ന ഒരു നടനെ കാണാമെന്നുള്ളതാണ്. എന്താണേലും കാത്തിരിക്കാം. കളി തുടങ്ങാൻ പോകുന്നത് ഏപ്രിൽ 10 അന്ന് നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു നായകൻ ഏത് ഏജിലും. 73 കഴിഞ്ഞ മമ്മൂട്ടിയുടെ സ്റ്റൈല് ഇന്നത്തെ 23കാരനും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല. അതിനകത്തിൽ ആരും അയ്യേ അല്ലെങ്കിൽ മൂക്കത്ത് വിരലും വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അങ്ങനെ വേറെ മലയാളത്തിൽ നടനില്ലാതായിപ്പോയി. അതാണ് പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളും കഴിവുകളും ഒക്കെ ആണെങ്കിൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടർ ആവുക, അതേപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വേഷങ്ങൾ ചേരുക, അതേപോലെ ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്കും ഇഴുകിച്ചേരുക എന്നുള്ള ആ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം.